ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാത്ര എന്ന ലഹരി. ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരുമ്പാവൂരുള്ള ഇരിങ്ങോൾക്കാവ് ഭഗവതി ടെമ്പിളിലാണ്. കുറേ നാളായിട്ട് ഇങ്ങോട്ട് വന്നെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ആളെ കയറ്റി തൊഴിക്കുന്നുണ്ടോ നമുക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. നമുക്കെന്തായാലും അകത്തോട്ടൊന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ടെന്നറിയാം. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലേക്ക് കയറി ചെല്ലുന്ന വഴിയാണ്. ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിനകത്തും കയറാൻ പറ്റുമെന്നാണ് തോന്നണേ. ചുറ്റും നല്ല കാടാണ് കേട്ടോ. ഈ നടന്നു പോകുന്ന വഴിയുടെ ലെഫ്റ്റും റൈറ്റും ഫുൾ കാടാണ്. ഇവിടെ വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്കേട്ടോ, ഇവിടെ നല്ലൊരു വനത്തിൻ്റെ അന്തരീക്ഷം തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണത്. ഇവിടെ വന്ന് നമ്മൾ പരിസരം മലിനമാക്കരുത്. പ്ലാസ്റ്റിക് സാധനങ്ങൾ, കവറ്, പേപ്പർ അതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു പ്രകൃതി ഭംഗി ഇത് നശിപ്പിക്കരുത്. വളരെ പൂർണ്ണമായും 100% പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ഇരിങ്ങോൾക്കാവ് ടെമ്പിൾ. പെരുമ്പാവൂരിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 54 ഏക്കർ ചുറ്റളവിൽ വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായതും ഒരു പ്രകൃതി ഭംഗിയുമുള്ള ഒരു പ്രദേശമാണത്. ഒരുപാട് വ്യത്യസ്തമായ വളരെ നല്ല ആചാരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾ വരുമ്പോൾ മുല്ലപ്പൂവോ മറ്റു പൂക്കളോ ചൂടി വരാൻ പാടുള്ളതല്ല. പിന്നെ ഇവിടെ വെച്ച് മംഗല്യം, വിവാഹ ചടങ്ങുകളൊന്നും തന്നെ നടത്താറുമില്ല. രാമായണ മാസത്തിൽ പാരായണം വായിക്കാറുമില്ല ഈ ക്ഷേത്രത്തിൽ. ഇവിടുത്തെ പ്രതിഷ്ഠ ബാലഭദ്രാദേവിയാണ്. ദേവി രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് വനദുർഗയായിട്ടും വൈകിട്ട് ഭദ്രകാളിയായിട്ടുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത്. ഇവിടുത്തെ പ്രധാന ദിവസമായി കണക്കാക്കുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ്. ഹായ്, അപ്പോൾ നമ്മൾ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നട അടക്കാൻ നേരമായി. ഞങ്ങൾ കയറി തൊഴുത് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ കിഴക്കേ നടയുടെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു പടവ് പോലെ ഇറങ്ങി ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ കാടിനുള്ളിലേക്കുള്ളൊരു വഴി പോലെയാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, അങ്ങറ്റം വരെയും നല്ലൊരു ശരിക്കും ഒരു ഫോറസ്റ്റ്, ശരിക്കും ഒരു കാടിനുള്ളിലേക്കുള്ളൊരു വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത്. നല്ല രസം കേട്ടോ. ആകെ മൊത്തത്തിൽ ഒരു സൈലൻറ്റ്, നിറച്ച് കിളികളുടെ ശബ്ദങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ.
ശരിക്കും ആക്ച്വലി ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തും പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞുമാണ് ഞാൻ ഈ അമ്പലത്തിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ക്ഷേത്രം എന്നൊക്കെ പറയാം. ഇരിങ്ങോൾക്കാവ് ഭഗവതി ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി ചിലപ്പോൾ ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം അങ്ങനെ കാണുള്ളൂ. ഗൂഗിളിലൊക്കെ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിറച്ച അട്ടയൊക്കെ ഉണ്ട് കേട്ടോ നിലത്തൊക്കെ. നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കാണാം ഒരു കറുത്ത കളറിൽ നല്ല തടിച്ചിട്ട് ഒരു അട്ട. അത് കംപ്ലീറ്റ് ഉണ്ട് ഇവിടെ. മഴയൊക്കെ ആകെ നനഞ്ഞ് മണ്ണെല്ലാം കുതിർന്ന് കിടക്കുവാണ്. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്ര മണിക്കാണ് നട കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം കയറ്റുന്നുണ്ടോ കയറ്റി തൊഴിക്കോ ഇതൊന്നും അറിയില്ലായിരുന്നു. ഒരു ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും കൊള്ളാം, സൂക്ഷിച്ചിറങ്ങിയോ. ഇപ്പം എൻ്റെ കയ്യിൽ ഗിംബലൊന്നുമില്ല കേട്ടോ. ഞാൻ നോർമൽ സെൽഫി സ്റ്റിക്കിലാണ് ഞാൻ ഈ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയെന്നാണ് ഞങ്ങൾ കയറി വന്നത്. ആ ഭാഗത്തുകൂടി ഒന്ന് 2 ഫോറസ്റ്റ് പോലെ ഇരിക്കണ ഒരു വഴി, കാടിൻ്റെ ഉള്ളിലേക്ക് 1-2 വഴി കണ്ടായിരുന്നു. അവിടേക്ക് ഒന്ന് കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും. എന്തായാലും ഇന്നത്തെ ഈ അമ്പലവും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് മംഗല്യ സൗഭാഗ്യം ലഭിക്കുകയും ദീർഘായുസ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഏകദേശം 1500ഓളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ഔഷധക്കുളമാണ്. 100ഓളം ഔഷധ സസ്യങ്ങളുടെ വേരുകൾ വന്ന് കുളത്തിലേക്ക് പതിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇരിങ്ങോൾക്കാവ് ഭഗവതി ടെമ്പിളിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്.
എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടാതെ താഴെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കുറേ കൂടി അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു കാടിനുള്ളിലേക്ക്, പക്ഷേ പേടിയായിട്ട് പോകാതിരുന്നതാണ്. ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഓക്കെ.